മാധ്യമരംഗം ആധുനിക കാലത്ത് വലിയ തോതിൽ മാറിയ ഒരു രംഗമാണ്. സാങ്കേതികമായുള്ള മികവ് മാധ്യമ മേഖലയെ തന്നെ വലിയ തോതിൽ മാറ്റിയിരിക്കുന്നു. അച്ചടി മേഖലയായാലും ദൃശ്യമേഖലയായാലും അതെല്ലാം ഇന്ന് വലിയ തോതിൽ മികവിലേക്ക് കുതിക്കുകയാണ്. ഇലക്ട്രോണിക്സ് രംഗത്ത് വന്നിട്ടുള്ള ഒട്ടേറെ പുതിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ മാധ്യമ മേഖലയെ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെല്ലാം ഭാഗമായി മാധ്യമ രംഗത്തുള്ളവരുടെയും ശേഷി വൻതോതിൽ വർദ്ധിച്ചൊരു കാരണമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയില്ല. അതായത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ സമയദൈർഘ്യം കൃത്യമായി ഒരു സമയപ്പെടുത്തുന്ന വെച്ചുള്ള പ്രവർത്തനമല്ല. ചിലപ്പോൾ 24 മണിക്കൂറും പ്രവർത്തന രംഗത്തായിരിക്കും മാധ്യമ പ്രവർത്തനം. അത് ആ സന്ദർഭത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് നടക്കുന്നത്. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ ഊന്നൽ നൽകണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാറുള്ളത്. നമ്മുടെ രാജ്യത്തെടുത്താൽ നല്ല രീതിയിൽ വളർന്നു പുഷ്ടിപ്പെടുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ മാധ്യമരംഗം. മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും കൂടുതൽ മാധ്യമങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് കാണിക്കുന്നത് ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത്. പക്ഷേ ആധുനിക കാലത്ത് വലിയ തോതിലുള്ള മത്സരം നേരിടുന്ന ഒരു രംഗവും കൂടിയാണ്. വലിയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം അതുണ്ടാക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാനേതായാലും കടന്നു പോകുന്നില്ല. അത് മാധ്യമപ്രവർത്തകരെയും ചിലപ്പോൾ ബാധിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളിൽ ഈ വൻകിടക്കാരുടെ വല്ലാത്ത ഇടപെടൽ വരുമ്പോൾ പരതി പോകുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് മാധ്യമ പ്രവർത്തകർക്കാണ്. ഇതെല്ലാവർക്കും നല്ല അർപ്പണബോധത്തോട് തന്നെ തൻ്റെ ജോലി നിർവഹിക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. മാധ്യമ പ്രവർത്തകർ സ്വന്തം വരുമാനത്തിന് വേണ്ടി മാത്രമുള്ളതെന്നല്ല, അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയുള്ളത് മാത്രവുമല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. വലിയ മത്സരത്തിൻ്റെ ഇടയ്ക്ക് അത് മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത
നല്ല നിലക്ക് കാത്തു സൂക്ഷിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയും. പുതിയ കാലത്തിൻ്റെ ഒട്ടേറെ സവിശേഷതകളുണ്ട്. പഴയകാല മാധ്യമപ്രവർത്തകരും ആ രംഗത്തെ പ്രശസ്തരായ ആളുകളുമെല്ലാം ഈ സദസ്സിൽ കാണുന്നുണ്ട്. അവരുടെ എല്ലാം അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സാമൂഹ്യ പ്രതിബദ്ധത കൂടി നിലനിർത്തി തൻ്റെ ജോലി നിർവഹിച്ചു പോകാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണം. അതാണ് ഇന്നത്തെ കാലം മാധ്യമരംഗത്ത് നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ കുടുംബസംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.